പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു മണിക്കൂറിൽ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിന്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഐശ്വര്യം പോയതെങ്ങനെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായം 30-31 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 24 വേഴ്സസ് 30 and 31. ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഐശ്വര്യം പോയതെങ്ങനെ? വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ദൈവവചനം കേൾക്കുന്നതും അഭിഷേകാഗ്നിയിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ആളുടെ അനുഭവമാണ് വചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം. ഒരു അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബീന, ഇതെൻ്റെ മകൾ ഏഞ്ചല, എൻ്റെ 3ാമത്തെ കുട്ടിയാണ്. ഞങ്ങൾ കുറവലങ്ങാട് നിന്നാണ് വരുന്നത്. കുറവലങ്ങാട് അച്ഛന് വളരെ ഒരു പ്രിയമുള്ള സ്ഥലമാണത്. എല്ലാ സ്ഥലത്തോടും പ്രിയമുണ്ട്. എനിക്കിവിടെ പറയാനുള്ള സാക്ഷ്യം, ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന നേരത്തെ ഞാൻ ഇസ്രായേലിലായിരുന്നു ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അവിടെ 3ാം മാസം തൊട്ട് ഏത് ഡോക്ടർ കണ്ടാലും എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കണ്ടാലും ഇത് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണ്, നീ എന്തിനാ ഇതിനെ കീപ്പ് ചെയ്യുന്നത്, നിനക്ക് അബോർട്ട് ചെയ്യാൻ മേലെ എന്ന് പല പ്രാവശ്യം ചോദിച്ചിരുന്നു. 6ാം മാസത്തിൽ ഒരു ടെസ്റ്റും കൂടി അവർ നടത്തും. അപ്പോൾ ഈ കുഞ്ഞിനെ നമുക്ക് അബോർട്ട് ചെയ്യാമെന്നാണ് അവർ സജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ടെസ്റ്റ് നടത്തിയാൽ വേറെ എന്തെങ്കിലും ചികിത്സയുണ്ടോ, നമുക്ക് അങ്ങനെ മാറ്റിയാലോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അബോർട്ട് ചെയ്യുന്നത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ഞാൻ തയ്യാറല്ല, അത് ഞാൻ അവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു. അതിന് ഞാൻ തയ്യാറല്ല എന്ന്. നാട്ടിലേക്ക് പോകാനായിട്ട് നാട്ടിൽ പോയി ഞാൻ
ഡെലിവറി നടത്തിക്കോളാമെന്ന് അവർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഇതിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്നറിയുന്ന സമയത്ത് ഞാൻ അന്ന് മുതൽ അഭിഷേകാഗ്നി സ്ഥിരമായിട്ട് എനിക്കെപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത ഓടിയെത്തുന്നോ അപ്പോഴേക്ക് അഭിഷേകാഗ്നി കാണുകയാണ് എൻ്റെ പതിവ്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ലഭിക്കുന്നത്. എനിക്ക് നാട്ടിലും എല്ലാവരോടും ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഭർത്താവിനോടും അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയോടും എൻ്റെ ഒരു ബ്രദറിനോടും മാത്രമേ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. കാരണം നാട്ടിൽ പ്രായമുള്ള മാതാപിതാക്കൾ വിഷമിക്കുണ്ടെന്ന് ഓർത്തിട്ട്. പക്ഷേ എനിക്ക് നല്ല ആശ്വാസം എപ്പോഴും കിട്ടുമായിരുന്നു അഭിഷേകാഗ്നി കണ്ട ശേഷം. ആ യൂട്യൂബ് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ എല്ലാവരോടും പറയാനുള്ളത്. എന്തായാലും ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ ഡെലിവറി എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു, പക്ഷേ വിശ്വാസം ഉള്ളിലുണ്ട്. എങ്കിലും ഇടയ്ക്ക് എനിക്ക് എപ്പോഴോ എനിക്ക് ആ ഒരു പേടി വരുന്നു. ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ അവസാന ഈ സ്റ്റേജ്. ആ സമയത്ത് എന്തായാലും ഒരു പ്രശ്നവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ എന്നെ എടുത്തു കാണിച്ചു. ഇത് നിൻ്റെ മോളെ നോക്കൂ, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാണ് അവളെ എന്നെ ഡോക്ടർ എടുത്ത് കാണിച്ചത്. നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുഞ്ഞാണ്. എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെക്കാട്ടി തന്നെ വേഗം എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയെ സ്കാനിങ് നടത്തുന്ന എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാർക്ക് കാണുന്നത് ഡൗൺ സിൻഡ്രോം ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടി. എന്നാൽ ഈ അമ്മ പറഞ്ഞ എൻ്റെ കുട്ടിയെ ദൈവം തരുന്നത് പോലെ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അതിന് എന്നിട്ട് അപ്പം ഓരോന്ന് ഓർക്കുമ്പോൾ വിഷമം വരികയല്ലേ. അപ്പോൾ അന്ന് തൊട്ട് അന്ന് ആ വാർത്ത അറിഞ്ഞ അന്ന് തൊട്ട് അഭിഷേക് അല്ലേ, അന്ന് തൊട്ട് അഭിഷേകനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ അമ്മ വിശ്വാസത്താൽ കുട്ടിക്ക് ജന്മം നൽകി. അപ്പോൾ ആ ഡോക്ടർ കുട്ടീനെ എടുത്തുകൊണ്ട് കാണിച്ചിട്ട് പറയാണ്, നോക്ക് നിനക്ക് യാതൊരു കുറവുമില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അത്ഭുതം. അതാണ് അങ്ങനെ തന്നെ വാക്കുകൾ പറഞ്ഞു കൊണ്ടുവന്നത്. ഒരു കുഴപ്പം ഡൗൺ സിൻഡ്രോം ഇല്ല, ഒന്നുമില്ല, നല്ല ക്ലിയർ കുട്ടി. ഇപ്പോൾ അമ്മയുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ മൂത്ത മറ്റ് മക്കളെക്കാൾ ഏറ്റവും സ്മാർട്ടായ കുട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓ ഈ കുട്ടീനെയാണ് ദൈവമേ കേട്ടോ കർത്താവ് അഭിഷേകാഗ്നിയിലൂടെ നല്ല സൗഖ്യം അങ്ങോട്ട് കൊടുത്ത്. നിങ്ങൾക്ക് സന്തോഷമാണോ? ഹലോ, ഓ കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ നിമിഷങ്ങളിൽ ചാടി എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനോയിൻറ്റിങ് സമൂഹത്തിൻ്റെ മേൽ വ്യാപരിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. Hallelujah. 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 ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിന് മേലെ എഴുന്നള്ളി വരണമേ. ഹൃദയങ്ങളിലേക്ക് നിറയണമേ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. വലിയ ആഗ്രഹത്തോടെ കൈയടിച്ച് ആരാധിക്കുന്നു. ആത്മാവെന്നെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാൻ, ആത്മാവെന്നെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാൻ, കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ, കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ, അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ, അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ, ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ, മുറിവേറ്റ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. വിശ്വാസം മങ്ങിപ്പോയ ഹൃദയങ്ങളിൽ വീണ്ടും വിശ്വാസത്തിൻ്റെ ശക്തി അവിടുന്ന് പകരണമേ. അഗ്നി പകരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരവധി ആത്മാക്കളുടെ തിളക്കം നഷ്ടപ്പെട്ടു പോയ, സ്വർണം മങ്ങിപ്പോകുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ മങ്ങിപ്പോവുക. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ജോലി മേഖലകളിലും സാമ്പത്തിക എല്ലാ തലങ്ങളിലും നമുക്ക് വലിയ തിരിച്ചടി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് അലസത. എൻ്റെ മുന്തിരിത്തോട്ടം അതിൻ്റെ പ്രതാപം നഷ്ടപ്പെടാൻ കാരണം അലസതയാണെന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 30 തൊട്ട് 34 വരെയുള്ള തിരുലിഖിതങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു. നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം, കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല അവരുടെ ജീവിതം തിളങ്ങാത്തത്. ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല മുന്തിരിത്തോപ്പുകളെല്ലാം പ്രതാപത്തിൽ നിൽക്കാത്തത്. മുന്തിരിത്തോപ്പിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടത്, മുന്തിരിത്തോപ്പിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അശ്രദ്ധ, വ്യക്തിപരമായ ജീവിതത്തിലെ അലസത, ഇത് വലിയ നാശം നമ്മുടെ എല്ലാ സംരംഭങ്ങളിലേക്കും കൊണ്ടുവരും. അതിനെക്കുറിച്ച് വിശുദ്ധ മുന്നറിയിപ്പ് തരികയാണ്. ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അതെല്ലാം തിളക്കം നഷ്ടപ്പെട്ട് പ്രതാപം നഷ്ടപ്പെട്ട് അടഞ്ഞ അവസ്ഥയിൽ അവിഞ്ഞ് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് അവിടെ പങ്കുവെക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ദൈവം നമ്മൾ എത്രമാത്രം ഉയർത്താൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിതി ഇതുപോലെ ആയിരിക്കാൻ കാരണം
നമ്മുടെ അലസതയും അശ്രദ്ധയുമാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 10-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലും ഈ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരല്പ അശ്രദ്ധ, ഒരല്പ അലസത ഇതിനടിമപ്പെട്ടാൽ നമുക്ക് മാത്രമല്ല, നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിന് മങ്ങലേൽക്കും. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ മേൽ നിഴൽ വിരിക്കപ്പെടും. ഒരുപാട് പേർക്ക് നിഴൽ വീഴും. കാരണം ഞാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഞാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംരംഭങ്ങൾ, ഞാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കുടുംബങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവിടെ ഒരാൾ മാത്രമല്ല സഹിക്കാൻ പോണത്, അയാളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേർക്ക് ജീവിതത്തിൽ തിരിച്ചടികളുണ്ടാകുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ ഇതിനെക്കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. ഈ ഡയറി കുറിപ്പിൽ 62-ാമത്തെ പാരഗ്രാഫിൽ ഈശോ വെളിപ്പെടുത്തിയതനുസരിച്ച് വിശുദ്ധ ഫൗസ്റ്റീന ഇതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നത് പ്രകാരമാണ്: ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. കൃപകൾ വീണ്ടും എനിക്ക് ലഭിക്കുമായിരിക്കും, എന്നാൽ അതേ കൃപകളായിരിക്കുകയില്ല. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും അടങ്ങി വരുന്നില്ല. അതിൽ അടങ്ങിയിരിക്കുന്നതിന് ഒരിക്കലും മാറ്റമില്ല. നിത്യതയ്ക്ക് വേണ്ടി അത് മുദ്ര വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ആ മിനിറ്റിൽ ദൈവം നമുക്ക് കൃപകൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് വരപ്രസാദങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അലസനും അശ്രദ്ധനും തുറവിയില്ലാത്തവനുമായിരിക്കുമ്പോൾ ആ മിനിറ്റിൽ, ആ സെക്കൻഡിൽ, ആ മണിക്കൂറിൽ എൻ്റെ മേൽ ചൊരിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവകൃപകൾ ഞാൻ സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്ന അടുത്ത മണിക്കൂറിൽ എനിക്ക് അടുത്ത ഉച്ച കഴിഞ്ഞ് സ്വീകരിച്ചോളാം എന്ന് വിചാരിച്ചാൽ ഉച്ച കഴിഞ്ഞ് വേറെ കൃപകളാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കേണ്ടതും ഞാൻ സ്വീകരിക്കേണ്ടത് കൃപകൾ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അതെന്നേക്കുമായി മുദ്ര വെക്കപ്പെട്ട് കഴിഞ്ഞു, അതെന്നേക്കുമായി സീൽ വെക്കപ്പെട്ട് കഴിഞ്ഞു. അത് പിന്നെ തിരിച്ചു വരില്ല, അത് എനിക്ക് കിട്ടില്ല, അത് തീർന്നു. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, ദൈവത്തിന് നമുക്ക് ധാരാളമായി തരാൻ ആഗ്രഹമുണ്ട്. ജെറമിയായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതം: എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും ഏറ്റവും ചേതോഹരമായത് നിനക്ക് നൽകുന്നതിനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഏറ്റവും ചേതോഹരമായത്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ, ദ ബ്യൂട്ടിയസ്റ്റ് തിങ് നിനക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമുക്ക് തരിക, നമുക്ക് വീണ്ടും വീണ്ടും തരിക എന്നുള്ളത്. ഞാൻ നിങ്ങൾ ഓരോ സെക്കൻഡിലും, ഓരോ മിനിറ്റിലും, ഓരോ മണിക്കൂറിലും ദൈവത്തിൽ നിന്ന് ധാരാളം സ്വീകരിക്കണമെങ്കിൽ ഉണർവുള്ളവരായിരിക്കണം, ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഉണർവ് നഷ്ടപ്പെട്ട് മന്ദത ബാധിച്ച ആത്മാക്കളാണെങ്കിൽ, ഉത്സാഹം നഷ്ടപ്പെട്ട ആത്മാക്കളാണെങ്കിൽ, ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ട സഹോദരൻ, അലസതയും വിരസതയും നമ്മളെ പിടികൂടിയാൽ ഒരുപാട് നഷ്ടങ്ങൾ ആ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കൃപ സ്വീകരിച്ചില്ലെങ്കിൽ എന്നിലൂടെ ആ കൃപയുടെ ശുശ്രൂഷ ലോകത്തിന് ലഭിക്കേണ്ടത് ലഭിക്കാതെ പോകും. നിങ്ങൾ ആ ഒരു മണിക്കൂറിൽ, ആ ഒരു സെക്കൻഡിൽ ഉണർന്നിരുന്ന് അധ്വാനിച്ച് അത് പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ കൃപ പ്രാപിക്കുന്ന വഴി നിങ്ങളിലൂടെ ദൈവം ഈ ലോകത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കപ്പെടാതെ പോകും. അപ്പോൾ ഞാനും നിങ്ങളും കൃപകൾ സ്വീകരിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി കൂടെയാണ്, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൂടെയാണ് കൃപ പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഉണർവുള്ളവരായിരിക്കുക, അലസത വിട്ട് എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക്, നമ്മുടെ സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് അത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ദൈവത്തിൽ സ്വീകരിച്ചാലേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഫൗസ്റ്റീന അതിനെക്കുറിച്ച് പറഞ്ഞതാണ്: ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. ഈ മണിക്കൂറിലുള്ളത് യുണീക്കാണ്, അത് തനതായ കൃപയാണ്. ആ മണിക്കൂറിൽ മാത്രമേ അത് ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ ഉള്ളൂ. അത് തീർന്നു. അടുത്ത സെക്കൻഡിൽ മറ്റൊരു കാര്യമാണ്, മറ്റൊരു കൃപയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി തരുന്ന സമയത്ത് ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. കൃപകൾ വീണ്ടും ലഭിക്കുമായിരിക്കും, എന്നാൽ അതേ കൃപകളായിരിക്കുകയില്ല. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും മടങ്ങി വരുന്നില്ല.
സ്വീകരിക്കപ്പെടാതെ പോകുന്ന കൃപകൾ പിന്നെ ഒരിക്കലും സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് ഒരുപാട് മുട്ടായുക്തികൾ, ഒരുപാട് മുടന്ത ന്യായങ്ങളുണ്ട്. അയ്യോ എനിക്ക് വയ്യ, ഇന്ന് പനിയാണ്, ക്ഷീണമാണ്, ഞാൻ പകൽ മുഴുവൻ അധ്വാനിച്ച് ഇച്ചിരി കടന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇത്ര യാത്ര കഴിഞ്ഞതല്ലേ, കുറച്ച് ഒരു 2-3 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അയ്യോ ഞാൻ ഇത്രയും പ്രായമായില്ലേ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞതല്ലേ, ഇനി ഇങ്ങനെ കടന്നാൽ മതി, എപ്പോഴും ഇങ്ങനെ കടന്നാൽ മതി. ഇങ്ങനെ ഓരോ തരത്തിലുള്ള മുടന്ത ന്യായങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആരും അറിയാതെ നമ്മുടെ തന്നെ ഒരു പ്രതിഭാസം നമുക്ക് കൊണ്ടുവന്ന് തരും. പ്രിയപ്പെട്ട സഹോദരൻ, ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം ഉണ്ട്. അവനവന് അലസതയിലേക്ക് പോകാനുള്ള ഒരുപാട് ചിന്തകൾ തരുന്ന ഒരു മെക്കാനിസം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 13 മുതൽ 15 വരെ ഒരു ബോഷൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അലസൻ്റെ ഉള്ളിൽ കിടക്കുന്ന മെക്കാനിസം പ്രവർത്തിച്ച് എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളും ആർഗ്യുമെൻറ്റ്സുമാണ് കൊണ്ടുവരുന്നത്. അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ഒരു കാര്യത്തിന് പോകാൻ പറഞ്ഞു, ആ വഴിയിൽ സിംഹമുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, അതിനെ പിടിക്കും, ഇപ്പോൾ പോകണ്ട. ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ. ഇപ്പോൾ പോയാൽ പനി പിടിക്കും, ഇപ്പോൾ പോയാൽ അവിടെ, ഇപ്പോൾ പോയാൽ ശരിയായാല, ഇപ്പോൾ പോയാലേ അത് നല്ല നേരം അല്ല, നാളെ എങ്ങാനും ആകട്ടെ. ഇങ്ങനെ ഒരു 100 മുടന്ത ന്യായങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ചുഴിക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അവിടെ തന്നെ കിടക്കുക, അവൻ എഴുന്നേൽക്കുകയല്ല, അവിടെ തന്നെ ഇരിക്കും, അവൻ നീങ്ങില്ല, അവിടെ തന്നെ നിൽക്കും, അവൻ അനങ്ങില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിന്താധാര അവനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലസതയുടെ ഒരു മൂടുപടം കൊണ്ട്, ഒരു വലിയ കമ്പിളി കൊണ്ടിട്ട് മൂടിയ പോലെയാണ് ഇപ്പോൾ അവൻ്റെ സ്ഥിതി. അവൻ അവിടെ നിന്ന് അനങ്ങിയല്ല, അതേപോലെ ബന്ധിക്കപ്പെട്ടു. ഈ അലസതയെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ അലസതയ്ക്കെതിരെ അവനവൻ്റെ ഉള്ളിൽ ജാഗരൂകത പാലിക്കണം, അല്ലെങ്കിൽ ആ മിനിറ്റുകളും ആ സെക്കൻഡുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തി വയ്ക്കുന്നു, അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്. അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോലും പറ്റില്ല. ചോറ് പാത്രത്തിൽ കൈ പൊഴുത്തി വെച്ചാൽ ആ ചോറ് ഉരുള എടുത്ത് വായിലേക്ക് വെക്കുന്നത് പോലും അവന് ഭയങ്കരമായ ഭാരമാകും. അവൻ ചിന്തിക്കണം, ഇത് ഇത്രയും ദൂരം കൊണ്ടുവരണ്ടേ, അത് അതിനേക്കാളും അത് ഊണ് കഴിക്കാതിരിക്കുകയാണ്. പാത്രത്തിൽ കൈ താഴ്ത്തി വെച്ചിരിക്കുകയാണ്, ആ ഉരുളയെടുത്ത് വായിലേക്ക് വെക്കുന്നത് പോലും കഠിനാധ്വാനമായിട്ടാണ് അവന് ഫീൽ ചെയ്യുക. ഒരു പ്രാർത്ഥന പഠിക്കാൻ പറ്റില്ല, ഒരു നമസ്കാരം പഠിക്കാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ തോന്നിയാല എല്ലാം ഭാരം പോലെ തോന്നുകയാണ്. നിന്റെ മുന്തിരിത്തോട്ടം നശിച്ചു പോയതെങ്ങനെ? നിന്റെ വയൽ മുഴുവൻ മുൾപടർപ്പ് കൊണ്ട് മൂടപ്പെട്ടത് എങ്ങനെ? ആദ്യം അലസതയുടെ ചെറിയ ചിന്തകൾ, പിന്നെ അത് വളർന്ന് അലസത കൊണ്ട് മുൾപടർപ്പ് കൊണ്ട് മൂടപ്പെട്ട ഗ്രൗണ്ട് പോലെയായിത്തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഓരോരുത്തർക്കും വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച നിർദ്ദേശങ്ങളാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്. അത് ഓരോ വചനങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 27-ാമത്തെ തിരുലിഖിതം. അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരിയെ കണ്ടു. ആ സഹോദരി പറയുകയാണ്, 20 വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരി എഴുതിയെടുക്കേണ്ട ഒരു പരീക്ഷ എഴുതി ജയിച്ചു. ആ സന്തോഷം അട്ടപ്പാടിയിൽ വന്ന് ആ സഹോദരി 20 വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരി പരീക്ഷ എഴുതി ജയിച്ചു. പ്രിയപ്പെട്ട സഹോദര, ആ സഹോദരി ഇനി അടുത്തൊക്കെ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വയസ്സ് ഒരുപാടായി, എന്നാലും ഇനിയും പഠിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് അലസനായിരിക്കാൻ ആ സഹോദരിക്ക് ഇഷ്ടമല്ല. കഴിവ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എന്നാൽ മുഴുവൻ കഴിവ് ഉപയോഗിക്കുക, മുഴുവൻ സമയം അധ്വാനിക്കുക, അതാണ് ആ സഹോദരിയെ നയിച്ചുകൊണ്ടിരിക്കുന്നതിന് അരൂപിയെന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യത്തിന് ദൈവം പ്രതിഫലം നൽകണത് നീ എത്രമാത്രം നേട്ടമുണ്ടാക്കി, എത്രമാത്രം നീ വിജയിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അതിനുവേണ്ടി എത്രമാത്രം നീ കഷ്ടപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വർഗത്തിൽ പ്രതിഫലം. നീ എത്രമാത്രം അധ്വാനിച്ചു, നീ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഒരു പക്ഷേ കഷ്ടപ്പെട്ട് വാഴ മുഴുവൻ ഒടിഞ്ഞു പോയായിരിക്കാം, അതൊരു പ്രോബ്ലം അല്ല. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാം ചെയ്തു, വെള്ളപ്പൊക്കം കയറി നശിച്ചു പോയിരിക്കാം, അതൊരു വിഷയമുള്ള കാര്യമല്ല. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം. നീ വിജയിച്ചു, അതുകൊണ്ട് എത്ര റിസൾട്ട് നേടി, എത്രമാത്രം കൊയ്തെടുത്തു എന്നുള്ളത് വിഷയമല്ല.
നീ അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, നീ അതിനുവേണ്ടി എത്രമാത്രം ജാഗരിച്ചു, എത്രമാത്രം ഉപവസിച്ചു, എത്രമാത്രം വേദനിച്ചു, എത്രമാത്രം അധ്വാനിച്ചു, ഇത് മാത്രമാണ് ദൈവം കണക്കാക്കണം. ഇതിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപയും അനുഗ്രഹങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് കഠിനാധ്വാനത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ബലപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവാണ് ഉണർവ് നൽകുന്ന ആത്മാവ്, തീ പകരുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഊർജ്ജസ്വലത, ഉന്മേഷം, പ്രസരിപ്പ്, തീഷ്ണത, ശുഷ്കാന്തി, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കും, എന്റെ കുറവുകളെല്ലാം നിറവാക്കും. കനലുകളൂതി തീയാക്കും, എന്റെ കുറവുകളെല്ലാം നിറവാക്കും. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. 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 എന്നിൽ കത്തി പടരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ, 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 യേശുവേ. ഹൃദയം നുറുങ്ങി വിളിച്ച് അപേക്ഷിക്കുന്നു. യേശുവേ, യേശുവേ. ഈ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.